റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക ഇളവ് നൽകിയതിൽ കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിച്ച് കോൺഗ്രസ്. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങരുത് എന്ന് അമേരിക്ക തീരുമാനിക്കുന്നതാണ് വിമർശനം. ഈ ബ്ലാക്ക് മെയിൽ എത്ര നാൾ തുടരുമെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് പിന്നാലെ റഷ്യൻ എണ്ണ വാങ്ങാൻ 30 ദിവസത്തെ താൽക്കാലിക ഇളവാണ് അമേരിക്ക അനുവദിച്ചത്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. അർജുൻ, കേൾക്കുമ്പോൾ തന്നെ ഒരുമാതിരി വല്ലാതെ വരുന്നുണ്ട്. ഒരു അമേരിക്കക്കാരൻ ഒരു നേതാവ് വന്ന് പറയുകയാണ്, കുറച്ച് നാളത്തേക്ക് അവർ റഷ്യ ഇന്ത്യയിൽ നിന്ന് മേടിച്ചോട്ടെ, ഓയിൽ ഫ്ലോ ഉണ്ടാവണമല്ലോ, ഒരു ഔദാര്യം പോലെ പറയുകയാണ്. രാജ്യത്തിൻ്റെ ഒരു പ്രതികരണം അതിൽ പ്രതീക്ഷിക്കാമോ? പ്രതിപക്ഷത്തിൻ്റെ പ്രതികരണം എന്താണ് അർജുൻ? കാശ്മീർ രാജ്യത്തിന്റെ ഒരു പ്രതികരണം ഇതുവരെയും ഉണ്ടാകുന്നില്ല. അതിൽ തന്നെയാണ് കോൺഗ്രസ് ഇത്രയും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനം വന്ന രീതിയും അതിനോട് ഇന്ത്യൻ സർക്കാരിന്റെ ഒരു സമീപനവും തന്നെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള കാരണത്തിന് ഇടയാക്കിയിരിക്കുന്നത്. അതായത് ഒരു ഔദാര്യം പോലെ തന്നെ 30 ദിവസത്തേക്കൊരു ഇളവ് എന്നുള്ള കാര്യം അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇന്ത്യ നേരത്തെ തന്നെ ഈ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്നുള്ള കാര്യം ട്രംപ് പറഞ്ഞപ്പോൾ പോലും അതിൽ പോലും കൃത്യമായിട്ടുള്ളൊരു മറുപടി പറയാൻ ഇന്ത്യയെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒരു സാഹചര്യം, ആ ഒരു പ്രതിസന്ധി, അതിൽ ഇന്ത്യക്ക് ഒരു 30 ദിവസത്തെ ഇളവ് നൽകുന്ന ഒരു രീതി, അതിലെന്താണ് ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ള കാര്യം ഇതുവരെയും വ്യക്തമാക്കുന്നില്ല. മാത്രമല്ല ഇന്ത്യയുടെ നയങ്ങളെല്ലാം തന്നെ അമേരിക്ക പ്രഖ്യാപിക്കുന്നത് തുല്യമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ റഷ്യൻ എണ്ണ വാങ്ങണമോ വാങ്ങേണ്ടയോ, അതല്ല നിലവിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെ നേരിടാൻ വേണ്ടി ഇന്ത്യക്ക് എന്തൊക്കെ മാർഗങ്ങൾ പിന്തുടരാൻ സാധിക്കും, അതിലൊക്കെ തന്നെ ഇന്ത്യയുടെ നയം വ്യക്തമാക്കുന്നതിന് പകരം മറ്റൊരു രാഷ്ട്രം ഇന്ത്യയുടെ പരമാധികാരത്തിന് മുകളിൽ കടന്നു കയറി ചില പ്രഖ്യാപനങ്ങൾ നടത്തുന്ന രീതിയിലാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ ഒരു വിമർശനം ഉണ്ടായിരിക്കുന്നത്. അല്പം മുൻപ് കോൺഗ്രസ് അവരുടെ എക്സ് ഹാൻഡിലിൽ നേരത്തെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി നടത്തിയൊരു പ്രസംഗമുണ്ടായിരുന്നു ഈ വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതായത് ഇന്ത്യ എണ്ണയടക്കമുള്ള വ്യാപാര ഉൽപ്പന്നങ്ങളടക്കം എവിടെ നിന്ന് വാങ്ങണം, എവിടെ നിന്ന് വാങ്ങരുത് എന്നുള്ള കാര്യത്തിൽ ഇനി മുതൽ അമേരിക്കയും ട്രംപുമാണ് അതിൽ കാര്യങ്ങൾ നിശ്ചയിക്കാൻ പോകുന്നത്. അതിൻ്റെ പല അടയാളങ്ങൾ, പല സൂചനകൾ, തെളിവുകളെല്ലാം തന്നെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു പ്രസംഗം നടത്തിയിരുന്നു. ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതും ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് വലിയ തോതിൽ ഇപ്പോൾ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഇതിലൊരു പ്രതികരണം ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നുള്ള കാര്യം കോൺഗ്രസ് ആവശ്യപ്പെടുന്നുണ്ട്. ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അത് ഒരുപക്ഷെ ഇന്നോ നാളെയോ അതല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ ഒരുപക്ഷെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണം പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇന്ത്യ നയം വ്യക്തമാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ അമേരിക്ക ഇന്ത്യയുടെ നയങ്ങളിൽ കയറി ഇടപെടുന്നു, മാത്രമല്ല 30 ദിവസത്തെ ഇളവ് പ്രഖ്യാപിക്കുന്നു. മുൻപ് ഈ റഷ്യൻ എണ്ണ വാങ്ങുന്ന കാര്യത്തിൽ പോലും ഇന്ത്യ കൃത്യമായിട്ടുള്ള മറുപടി ഈ US നയങ്ങളോട് അല്ലെങ്കിൽ US പറഞ്ഞ കാര്യങ്ങളോട് മറുപടിയായി നൽകിയിരുന്നില്ല. ആ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് 30 ദിവസത്തെ ഇളവ് നൽകിക്കൊണ്ട് മറ്റൊരു പ്രഖ്യാപനം കൂടി അമേരിക്കയുടെ ഭാഗത്തു നിന്നും വരുന്നത്. ഇതിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത് വരെ വലിയ തോതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും വിമർശനം ഉണ്ടാകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുക. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.